അപ്പോഴേ നമ്മുടെ മക്കോട്ടദേവയില്ലേ പഴുത്ത് പൊഴിയാൻ തുടങ്ങി കേട്ടോ. അപ്പം നമുക്ക് അതിനെല്ലാം പറിച്ച് കഴുകി ഉണക്കാം. ഷുഗറിനൊക്കെ സൂപ്പറാന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പം നമ്മൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. ഏതായാലും ഈ പ്രാവശ്യം അമ്മയ്ക്കും പപ്പയ്ക്കൊക്കെ നല്ല ഷുഗറുണ്ട്, അവർക്ക് കൊണ്ടുപോയി കൊടുക്കാം. കണ്ടോ, ഇത് കണ്ടോ നിൽക്കുന്നത്. അപ്പം ഇതൊക്കെ നന്നായിട്ട് പഴുത്തോട്ടെ. ഇത് തൊടുമ്പോഴേ പൊഴിഞ്ഞു വരുക. വലിയതും ഉണ്ട് ചെറുതും ഉണ്ട്. കണ്ടോ, ഇതൊക്കെ മുഴുത്ത കായ, ഇത് ചെറുത്. കണ്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ പഴം ഇങ്ങനെ വെറുതെ തിന്നാൻ പറ്റത്തില്ല കേട്ടോ. ഇത് കാണുമ്പോൾ ആൾക്കാർ ഇവിടെ വരുമ്പോൾ അയ്യോ ഇത് തിന്നുന്നതാണോ നിൽക്കും. പക്ഷെ സംഭവം ഇങ്ങനെ തിന്നാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ഉണങ്ങി തിളപ്പിച്ച് വെള്ളം കുടിക്കുകയോ ചെയ്യുന്നേ. അപ്പം നമുക്ക് ഇതിനൊന്ന് നല്ല വൃത്തി കഴുകി എടുക്കാം കേട്ടോ. ഇച്ചിരി മഞ്ഞൾ വെള്ളം ഒഴിച്ച് കഴുകിയാലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെയാണെങ്കിൽ 2-3 പ്രാവശ്യം കഴുകിയാൽ മതി. ഇതിന് ചെറിയൊരു കറയുള്ള സാധനം കേട്ടോ. കറയുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ കയറി ഇരുന്നാലുവേ. പിന്നെ എന്നാന്ന് വെച്ചാൽ ഇത് പ്രത്യേകിച്ചൊന്നും കയറി ഇരുന്ന് തിന്നിയല്ല. ഇതിന് ഒരു ശത്രുക്കളുടെ ഉപദ്രവവും ഇല്ലാത്ത സാധനം കേട്ടോ. ഒരു പ്രശ്നവും ഇല്ല. നല്ല രസമില്ലേ കാണാൻ വേണ്ടി. പറഞ്ഞിട്ട് തരില്ല, പിള്ളേർക്കൊക്കെ കാണുമ്പോൾ ഭയങ്കര ആകർഷണമാണ്, തിന്നാൻ തോന്നുന്നു വിചാരിച്ചേ. ഇതെങ്ങനെ മുറിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇത് കണ്ടോ, ഈ ഒരു പാട് കണ്ടോ ഇങ്ങനെ. അപ്പം അതിൻ്റെ അവിടെ നിന്ന് മുറിക്കുവാണെങ്കിൽ അതിൻ്റെ കുരു പൊട്ടാതെ നല്ല വൃത്തി നമുക്ക് മുറിക്കാൻ പറ്റും. അല്ലെ ഈ നാരുനാരായതുകൊണ്ട് മുറിക്കാൻ ഭയങ്കര പാടാണ്. അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു വരയുണ്ട് ഈ പുറത്തു കൂടി. അതിലെ മുറിച്ചാൽ നമുക്ക് കുരുവിനെ നമുക്ക് പൊട്ടാതെ കിട്ടും. ഒന്ന് തിക്കിയാൽ മതി കേട്ടോ. ഇങ്ങനെ ഇത് കണ്ടോ, ഇതുപോലെ ഉണ്ട് കുരു. നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് തിക്കി എടുക്കും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അടയ്ക്കയുടെയൊക്കെ പോലെ കണ്ടോ, ഇങ്ങനെ കണ്ടോ. എന്നിട്ട് ഈ ഒരു കനത്തിൽ ചെറുതായിട്ട് അരിഞ്ഞ് വെയിലത്ത് വെച്ച് ഉണങ്ങി എടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഈ കുരു കൊണ്ടുപോയി നട്ടാൽ നല്ല അടിപൊളിയായിട്ട് തൈ കിട്ടും. എല്ലാ കുരുവും തന്നെ കിളുക്കുന്നതാ കേട്ടോ, കിളുക്കാതിരിക്കുന്ന കുരുവല്ല. കണ്ടോ. അപ്പം നമുക്ക് കുറേ റബ്ബർ തോട്ടത്തിലൊക്കെ വെച്ച് പിടിപ്പിക്കുക. ഇതിന് അങ്ങനെ ഭയങ്കര സംഭവമായിട്ട് പരിചരണത്തിന് യാതൊരു ആവശ്യമില്ലാത്ത ചെടിയാണ്. ഞാൻ ഏതായാലും ഇനി കുറച്ച് കുരു എടുത്ത് വെച്ചിട്ട് നമ്മുടെ റബ്ബർ തോട്ടത്തിൽ ഒന്ന് നട്ടു നോക്കാൻ പോകും. അതിന്റെ ഇടവിളയായിട്ട് ഇങ്ങനെ നിന്നോളൂല്ലോ, നോക്കാലോ. റബ്ബർ സാധാരണ ഒന്നും ആവാത്ത കാപ്പിയൊക്കെ ആവുള്ളൂ. അപ്പൊ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഇത് കണ്ടോ, ഇതുപോലെ ഞാൻ ചെറിയ പീസാക്കി അത് മുറിച്ചെടുത്തു കേട്ടോ. ഇനി നമുക്ക് ഇത് വെയിലത്ത് വെച്ച് ഉണങ്ങിയെടുക്കാം കേട്ടോ. ചെറിയൊരു കറയൊക്കെ ഉണ്ട്, കൈ കണ്ടോ. അപ്പൊ ഇനിയൊക്കെ നല്ല വൃത്തി ഉണങ്ങി റെഡിയാക്കി നമുക്ക് പപ്പയ്ക്കും അമ്മയ്ക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കാം. ഷുഗറൊക്കെ കുറയുമെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാല്ലേ. അപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ, നമ്മൾ കായ്ക്കാൻ തുടങ്ങിയ മരമല്ലേ. അപ്പൊ അത് നന്നായിട്ട് എത്ര ഹൈറ്റേ ഉള്ളൂ കേട്ടോ. കുറ്റിച്ചെടി പോലെ നിൽക്കും, ഒരലമ്പും ഇല്ലാത്തൊരു ചെടിയാണ് കേട്ടോ. അപ്പൊ നമുക്കിനി കുറച്ചും കൂടി വിപുലമായിട്ട് നട്ടുപിടിപ്പിക്കാന്ന് വിചാരിക്കുന്നു.